1971 ബംഗ്ലാദേശ് യുദ്ധത്തിൽ ഭാരതത്തിന്റെ സംഭാവനകൾ പാഠപുസ്തകങ്ങളിൽ നിന്ന് ഒഴിവാക്കി മുഹമ്മദ് യൂനുസ് ഭരണകൂടം. ഈ അധ്യയന വർഷത്തിൽ പുസ്തകങ്ങളിൽ ഇന്ത്യൻ സൈന്യം ബംഗ്ലാദേശ് വിമോചനത്തിനായി നടത്തിയ യുദ്ധത്തെക്കുറിച്ച് പരാമർശം പോലുമില്ല. പാഠപുസ്തകങ്ങളിൽ നിന്ന് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ചിത്രം കൂടി ഒഴിവാക്കിയിട്ടുണ്ട്. ഗൗതം അനന്തനാരായണൻ വിവരങ്ങളുമായി ചേരുന്നു. ഗൗതം, വിശദാംശങ്ങൾ വാർത്തയുടെ. ഒരു 57 അംഗ കമ്മിറ്റിയെ അടുത്ത കാലത്ത് മുഹമ്മദ് യൂനിസിന്റെ സർക്കാർ നിയോഗിച്ചിരുന്നു. ബംഗ്ലാദേശിൽ പാഠപുസ്തകങ്ങൾ തിരുത്തുക, ചരിത്രം തിരുത്തി എഴുതുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ കമ്മിറ്റിയെ നിയോഗിച്ചത്. ഈ കമ്മിറ്റി ഇപ്പോൾ പ്രൈമറി സ്കൂളിലെയും അതോടൊപ്പം തന്നെ സെക്കൻഡറി, ഹയർ സെക്കൻഡറി തലത്തിലുള്ള സ്കൂളുകളിലെ പാഠ്യപദ്ധതികൾ പൂർണ്ണമായി തന്നെ മാറ്റുകയും ബംഗ്ലാദേശ് വിമോചന സമരത്തിന് പുതിയൊരു ചരിത്രം രൂപീകരിക്കുകയുമാണ്. ഇതിലേറ്റവും ശ്രദ്ധേയം ഇന്ത്യൻ സൈന്യം നടത്തിയ ഇടപെടലിനെ പറ്റി ഈ പാഠപുസ്തകങ്ങളിൽ നിന്നും പൂർണ്ണമായി ഒഴിവാക്കുന്നു എന്നുള്ളതാണ്. 1971 ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ ഭാരതത്തിന് നഷ്ടമായത് 2500-നും 3800-നും ഇടയിലുള്ള സൈനികരാണ്. അതിൻ്റെ കൃത്യമായ കണക്കുകൾ വ്യക്തമല്ല. ഏതാണ്ട് 4000-നും മുകളിൽ സൈനികർക്ക് ആ യുദ്ധത്തിൽ ഗുരുതരമായി പരിക്കേൽക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെ വളരെ രക്തരൂക്ഷിതമായ ഏതാണ്ട് 1.5 ആഴ്ചക്കാലം നീണ്ടുനിന്ന, ഒരാഴ്ചയും 6 ദിവസവും നീണ്ടുനിന്ന യുദ്ധത്തിനൊടുവിലാണ് ബംഗ്ലാദേശ് എന്ന രാജ്യം രൂപീകരിക്കപ്പെടുന്നത്. അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും ഭാരതത്തിൻ്റെ സൈന്യത്തിനും അതോടൊപ്പം തന്നെ ബംഗാബന്ധു എന്ന് വിശേഷിപ്പിക്കുന്ന ഷെയ്ഖ് മുജീബുർ റഹ്മാനുമാണ്. സ്വാഭാവികമായും ഈ രണ്ട് കൂട്ടരുടെയും ചരിത്രത്തെ പൂർണ്ണമായി തന്നെ തമസ്കരിച്ചുകൊണ്ട് പുതിയൊരു ചരിത്രം ഇപ്പോൾ ബംഗ്ലാദേശിലെ സർക്കാർ രൂപീകരിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയോടുകൂടിയുള്ള മുഹമ്മദ് യൂനിസിൻ്റെ ഭരണകൂടം ഇപ്പോൾ സ്കൂൾ തലം മുതൽ തന്നെ പുതിയ ചരിത്രം പഠിപ്പിക്കുകയാണ്. മാത്രമല്ല, ഈ ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിന് ശേഷം ആദ്യം ബംഗ്ലാദേശിനെ അംഗീകരിച്ച രാഷ്ട്രം ഭാരതമാണ് എന്നതാണ് വസ്തുത. അതിനെ പോലും തിരുത്തിക്കൊണ്ട് ഭൂട്ടാനാണ് ആദ്യമായി ബംഗ്ലാദേശിനെ അംഗീകരിച്ചത് എന്ന രീതിയിലുള്ള ചരിത്രവും ഇപ്പോൾ ഈ പുതിയ പുസ്തകങ്ങൾക്കകത്ത് കുത്തി നിറയ്ക്കുന്നു. അതോടൊപ്പം ഭാരതത്തിൻ്റെ അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ചിത്രവും ഈ പുസ്തകങ്ങളിൽ നിന്നും ഒഴിവാക്കുന്നുണ്ട്. 1972 ഷെയ്ഖ് മുജീബുർ റഹ്മാൻ കൊൽക്കത്തയിലെത്തിയപ്പോൾ ഇന്ദിരാഗാന്ധിക്കൊപ്പം നിന്ന് ഒരു സമ്മേളനത്തെ അഭിസംബോധന ചെയ്തതിൻ്റെ ചിത്രം, അതോടൊപ്പം തന്നെ പിന്നീട് ഷെയ്ഖ് മുജീബുർ റഹ്മാൻ ക്ഷണപ്രകാരം ഇന്ദിരാഗാന്ധി ബംഗ്ലാദേശ് തലസ്ഥാനമായ ധാക്കയിലേക്ക് പോവുകയും അവിടെ വെച്ച് ഇരുവരും ചേർന്നുകൊണ്ടൊരു സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. അതുമായൊക്കെ ബന്ധപ്പെട്ട ചിത്രങ്ങൾ കൂടി ഒഴിവാക്കിക്കൊണ്ട് പൂർണ്ണമായും വസ്തുതയെ തിരസ്കരിച്ചുകൊണ്ടൊരു പുതിയ ചരിത്രം ഇപ്പോൾ ഇസ്ലാമിസ്റ്റുകൾ രൂപീകരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ 57 അംഗ എഡ്യൂക്കേഷൻ കമ്മിറ്റി ഇപ്പോൾ പാഠപുസ്തകങ്ങൾ തിരുത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. അനു. ശരി ഗൗതം.